സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്ക് കടുത്ത ക്ഷാമം നേരിടുമ്പോഴും പ്രമോഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ നടപടിയില്ല എന്ന് പരാതി. സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകും. പക്ഷേ ശുപാർശ നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്ഥാനക്കയറ്റം വൈകുന്നത് മൂലം പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ 4-ലേറെ അധിക ചുമതലകളാണ് കേരളത്തിൽ വഹിക്കുന്നത്. സംസ്ഥാനത്തെ സുപ്രധാന വകുപ്പുകളും പദ്ധതികളും മന്ദഗതിയിലാകുന്നത് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്ഷാമവും അധിക ചുമതലകളും കൊണ്ടുകൂടിയാണ്. സിവിൽ സർവീസിലെ സുപ്രധാന പദവികളിൽ 3-1 ഒഴിഞ്ഞുകിടക്കുന്നു. 8 ചീഫ് സെക്രട്ടറി പദവിയും 14 പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയുമാണ് സംസ്ഥാന IASലുള്ളത്. ഡോക്ടർ വി വേണു വിരമിച്ച ശേഷം ആ ഒഴിവിലേക്ക് പുതിയ ആൾക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടില്ല. 1995 ബാച്ചിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന് ഇല്ലാത്തതുകൊണ്ടും 96 ബാച്ചിലെ സീനിയർ ഉദ്യോഗസ്ഥനായ മിൻഹാജ് ആലം കേന്ദ്ര സർവീസിൽ നിന്ന് തിരികെ വരാത്തതുകൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം നടക്കാതെ പോയത്. 96 ബാച്ചിൽ സംസ്ഥാനത്തുള്ള APM മുഹമ്മദ് ഹനീഷിനെ 30 കൊല്ലം സർവീസ് ചെയ്യാത്തതുകൊണ്ട് സ്ഥാനക്കയറ്റത്തിന് പരിഗണിച്ചില്ല. മിൻഹാജ് ആലത്തിനും മുഹമ്മദ് ഹനീഷിനും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായി സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ ഇപ്പോൾ 7 പേർ മാത്രമായ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ എണ്ണം വീണ്ടും കുറയും. കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ KS ശ്രീനിവാസും റാണി ജോർജും വരുന്ന മാസങ്ങൾ വിരമിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിൽ മിൻഹാജ് ആലമും മുഹമ്മദ് ഹനീഷും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരാകുന്നതോടെ പിന്നെ 3 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ സംസ്ഥാന സർവീസിലുണ്ടാകൂ. 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്കാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകുന്നത്. 2002 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥർ 25 വർഷം പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനത്ത് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ടാകില്ല. അതിന് 2027 വരെ കാക്കണം. ഈ സാഹചര്യത്തിലാണ് IAS ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.